എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ ഉള്ള വാർ അപ്ഡേറ്റ്സ് ന്യൂസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്ക 48 മണിക്കൂർ അന്ത്യശ്വാസനം കൊടുത്തിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ ജലപാത തുറന്നു കൊടുക്കണം. ഹോർമൂസ് കടലിടുക്ക് വ്യക്തമായ ഒരു ഫ്രീ പാസേജ് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം. അതല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ മറ്റൊന്നായിരിക്കുമെന്ന് സൂചന നൽകിയിരിക്കുന്നു. അതായത് ഏതാണ്ട് നാളെ വരയ്ക്ക് ഇന്ത്യൻ ടൈം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയുടെ സമയം തീരും. ഇന്ന് ഏതാണ്ട് ഒരു ഇന്ത്യൻ ടൈം 11 മണിക്ക് കൊടുത്തിരിക്കുകയാണ്. 48 hours അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് സൗദി അറേബ്യ ഇറാൻ്റെ 5 ഡിപ്ലോമാറ്റുകളെ രാജ്യം വിടാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അവർ തിരിച്ചു പോകണം. ഇനി ചെകുത്താനും കടലിനും യുദ്ധത്തിനും മധ്യയായി യുദ്ധഭ്രാന്തന്മാർ. എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ന്യൂസ്. അതായത് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും സ്വാധീനത്തിലുള്ള ഡീഗോ ഗാർഷ്യ എന്ന ഒരു ചെറിയ ദ്വീപ്, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അത് UK അധീനതയിലുള്ളതാണെങ്കിലും അത് US പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടെ UK കൊടുത്തു. ഏതാണ്ട് 4000 കിലോമീറ്റർ ദൂരപരിധിയാണ്, അതായത് ഇറാനുമായി ഈ ഉപദ്വീപ്. ഇതിൽ അമേരിക്കയുടെയും UK തന്ത്രപ്രധാനമായ ഒരു ഡിഫൻസ് സെൻ്ററാണ്. അതിശോക്തി എന്ന് പറയട്ടെ, അവിടേക്ക് ഇറാൻ്റെ മിസൈൽ പായിച്ചിരിക്കുകയാണ്. അതായത് 4000 കിലോമീറ്റർ അകലെ. നാം കരുതിയിരുന്നത് 1500, 2000, 2200 കിലോമീറ്റർ കപ്പാസിറ്റിയുള്ള മിസൈലുകളാണ് ഇറാനുള്ളതെന്ന്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതല്ല. 4000 കിലോമീറ്റർ വരെ പായിക്കാനുള്ള മിസൈലുകൾ അവർ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ അതിലും റേഞ്ച് കൂടിയ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഇറാൻ്റെ മിസൈൽ ഗ്രാമങ്ങളെയാണ് ഉന്നം വച്ച് ഇപ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ അയക്കുന്നത്. അതിൽ എത്ര കണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല എന്നും അതിൻ്റെ ഒരു വ്യക്തതയില്ല. കാരണം ഈ വാർ അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആരും തന്നെ സത്യങ്ങൾ പുറത്തുവിടില്ല. തോൽവി ഏൽക്കുന്നവരും ഞങ്ങൾ ജയിച്ചു വന്ന് വീമ്പിളക്കും. സത്യം ഈശ്വരന് മാത്രമേ അറിയൂ. മറ്റൊരു പ്രധാന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇറാന് ഈ നമ്മുടെ പിള്ളേർ കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് പോലെയാണ് അവർ ഡ്രോൺ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്ന ഡ്രോണിൻ്റെ കോസ്റ്റ് ഹാർഡ്ലി 7000 അമേരിക്കൻ ഡോളറാണ്. മറിച്ച് മറ്റൊരു വശത്ത് ഈ അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന മിസൈലിൻ്റെ കോസ്റ്റ് $500,000. വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ ഈ വെറുതെയല്ല ഈ ഇറാൻ ഈ ഡ്രോണുകൾ ഇങ്ങനെ വിക്ഷേപിക്കുന്നത്. കാരണം അവർക്കതൊരു കുടിൽ വ്യവസായം പോലെയായി. ഒരു $50-100 ഡ്രോണുകൾ ഒന്നിച്ചയച്ചു കഴിഞ്ഞാലും അവർക്ക് നഷ്ടമില്ല. കാരണം അവരുടെ ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ്. ഇനി 100 ഡ്രോണുകൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻട്രസ്റ്റ് ചെയ്താണെങ്കിലും അതിൽ 1-2 തെറ്റി എവിടെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ പതിക്കുന്നുമുണ്ട്. അതിലൂടെ
ഇസ്രയേലിന് പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, നഷ്ടങ്ങൾ നേരിടുന്നു. അതും വ്യക്തമായി അവർ നമ്മളോട് പറയില്ല. ഇനി ഇറാൻ ഏത് സമാധാന ശ്രമങ്ങൾക്ക് മുതിർന്നാലും ഇറാനിലെ ഇൻസൈഡിലുള്ള വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഭരിക്കുന്ന ഭരണാധിപന്മാരല്ല, മറിച്ച് അവിടുത്തെ റെഡ് ആർമി, റവല്യൂഷണറി ആർമിയാണ്. അവർ ആര് പറയുന്നതും കേൾക്കില്ല. അവർ മരിക്കാൻ നടക്കുന്ന ഒരു പട്ടാളമാണ്. കാരണം അവർ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ഫയർ ചെയ്താലോ അതിൽ മരിച്ചാലോ അവർ നേരെ സ്വർഗത്ത് പോകും. സ്വർഗത്ത് പോയി അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സൗകര്യങ്ങളിലൂടെ ജീവിക്കാം. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു 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 എന്താ പറയുക, സംസ്കാരശൂന്യമായ ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു കൂട്ടരാണ് ഈ ആർമിയിലുള്ളത്. കാരണം അത് മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തൊരു രഹസ്യമാണ്. അതിനെ സത്യമായി ഇവർ കാണുന്നു. സോ ഇനിയിപ്പോൾ അമേരിക്കയിലെ ഏത് രാജ്യത്തെ ആരെന്ത് സമാധാന ശ്രമങ്ങൾ നടത്തിയാലും അത് കൺട്രോൾ ചെയ്യേണ്ടത് ഈ ആർമിയാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരാര് പറഞ്ഞാലും കേൾക്കില്ല. കാരണം അതിലെ എല്ലാ തലവന്മാരും വധിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ഏത് ആക്ടിങ് പ്രസിഡൻ്റ് ആരെന്ത് പറഞ്ഞാലും എത്ര എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാലും ഇറാൻ അങ്ങനെ ഒരു വലിയൊരു തലവേദന ഇപ്പോഴവിടെ ഉണ്ട്. ഇനി ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഇറാൻ അന്ത്യശ്വാസം കൊടുത്തിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ ഇവൻ ഡിസാലിനേഷൻ പ്ലാന്റുകൾ നശിപ്പിച്ച് കളയും. എല്ലാ ഓയിൽ റിഫൈനറികളും ഡിസാലിനേഷൻ പ്ലാന്റ് എന്ന ജലശുദ്ധീകരണം, അതായത് സെലൈൻ വാട്ടർ കൊണ്ട്, സാൾട്ട് വാട്ടർ കൊണ്ട് ശുദ്ധജലം പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് ഗൾഫിൽ ആൾക്കാർ കുടിക്കുന്നത്. അതായത് അവിടെയുള്ള ശുദ്ധജലം വരെ നശിപ്പിച്ച് കളയുമെന്ന് ഇറാൻ ഭീഷണി മുടക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഇറാൻ മരണം വരെ ഫൈറ്റ് ചെയ്യും, ജയിക്കുന്നവരെ നിൽക്കും. അറ്റ് ദ സെയിം ടൈം യൂറോപ്പിൻ്റെ പല ഭാഗത്തും എണ്ണ വില അങ്ങേറ്റം കുതിച്ചുയരുകയാണ്. നാം 64 രൂപയ്ക്ക് വാങ്ങിയ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ അതിൻ്റെ വില റീച്ചിങ് ടു 117, ഈവൻ ചില സമയത്ത് 120 രൂപയിലേക്കും ആകുന്നു. അപ്പോൾ പാർട്ടിലി ഇന്ത്യയിലും അത് വളരെ വേഗം തന്നെ ആ വിലയ്ക്ക് മാറ്റം ഉണ്ടാകാൻ സാധിക്കുന്നു. ഇപ്പോൾ അങ്ങോട്ട് ഒരു 3-4 സ്ഥലത്ത് ഈ ഇലക്ഷൻ കാരണം മോദി ഗവൺമെൻറ് വില കൂട്ടാതെ വെച്ചേക്കാം. അത് കൂട്ടുന്നത് എന്ന് ഇലക്ഷൻ റിസൾട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ അവർ അത് റൈസ് ചെയ്യും. കാരണം ബുദ്ധിയുള്ള ഒരു മാഡമാണ് ഫൈനാൻസ് കൈകാര്യം, അതായത് നിർമ്മല സീതാരാമൻ. അവർ ബുദ്ധിശാലിയാണ്. അതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ അവർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നടത്തും. അവർ അത്ര അങ്ങനെ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ല, അവരത്ര സിൻസിയറുമല്ല ആ കാര്യത്തിൽ. ഉള്ളി ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ കാര്യം, അതായത് എണ്ണ വില കൂട്ടാൻ ഫൈനാൻസ് മിനിസ്റ്റർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാര്യം അത് അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പാണ്. എവിടെയെങ്കിലും അവരുടെ ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ദറ്റ്സ് നോ പ്രോബ്ലം, അതൊന്നുമാകട്ടെ. സോ നമുക്കിപ്പോഴും നമ്മളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഒരു സമാധാന ശ്രമവുമായി ആരും തന്നെ മുന്നിലേക്ക് വരുന്നില്ല. ഇനി അമേരിക്കയ്ക്ക് യുദ്ധം നിർത്തണം, കാരണം ഈ ട്രംപിനും അവരുടെ നാട്ടിൽ നിന്നും ഒത്തിരി പ്രഷർ വരുന്നുണ്ട്. ഈ ഒരു വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉടൻ തന്നെ ഉണ്ടാകും ഈ യുദ്ധം സമാധാനപരമായില്ലെങ്കിൽ. കാരണം വ്യവസായപരമായി, സാമ്പത്തികമായി, മറ്റു കാര്യങ്ങളുമായി വളരെയധികം തകർച്ച ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും പ്രധാനം ഗതാഗതം. ഈ ഗതാഗതത്തിൽ കൂടിയാണ് ഓരോ രാജ്യങ്ങളിലും മറ്റൊരു രാജ്യങ്ങളുടെ ആവശ്യ വസ്തുക്കൾ പോകുന്നത്. അത് സ്തംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സൗദി അറേബ്യയിലൊക്കെ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഏതാണ്ട് അടയാളങ്ങൾ കണ്ടു തുടങ്ങി. കാരണം അവിടെയുള്ള കൂടുതൽ റൈസും ഇന്ത്യയിൽ നിന്നാണ് പോണത്.
ഈ ഗതാഗത തടസ്സം അതിനൊരു വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സോ ആഹാരത്തിനും കുടിവെള്ളത്തിനും ഒരുപക്ഷെ ക്ഷാമം നേരിട്ടാൽ അത് അതിശയിക്കാനില്ല. കാരണം ഇറാൻ ആകെ കണ്ടിരിക്കുന്ന മാർഗം അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളെ ഉപദ്രവിക്കുക, അവിടെ ബോംബ്, കാരണം അവിടെയെല്ലാം അമേരിക്കയുടെ ബേസ് ഉണ്ട്. അപ്പോൾ ഇത് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ ഒരു മോശ ടൈമാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നത്. ഇവർക്ക് യുദ്ധം നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം നിർത്തിയാൽ ആരെങ്കിലും ഒരു കൂട്ടർ തോൽക്കണം. ഇനി സന്ധി സംഭാഷണങ്ങളിലൂടെയാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ റവല്യൂഷണറി ആർമി ഒരിക്കലും അവിടുത്തെ ഇന്ന് നിലവിലുള്ള ഭരണാധിപന്മാർ പറയുന്നത് കേൾക്കില്ല. അവർക്ക് അവരുടേതായ ലൈനുണ്ട്. ഇപ്പോൾ ഹോർമീസ് കടലിടുക്ക് ക്ലിയറൻസ് കൊടുക്കേണ്ടത് ഈ പട്ടാളക്കാരാണ്. അവിടെ എന്തൊക്കെ മൈനൊക്കെ വച്ചേക്കുന്നുണ്ടോ അല്ല വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണം നമുക്കൊന്നും അറിയില്ല. ഇനി അവരെയെല്ലാം ട്രംപ് പറയുന്നത് അവരെല്ലാം ഞങ്ങൾ തകർത്ത് തരിപ്പണാവ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കുന്നു. സെയിം ട്രംപ് വീണ്ടും ഒരു കാര്യം പറയുന്നത് ഏത് രാജ്യക്കാരാണ് പോണതോ അവരെ ഇടപെട്ട് അവിടെ ആ ഗതാഗതം സ്ഥാപിക്കാൻ ശ്രമിക്കണം. അത് അമേരിക്കയ്ക്ക് ആവശ്യമില്ല, അമേരിക്കയുടെ ആവശ്യമല്ല, അമേരിക്കയ്ക്ക് ആ കടലിൽ കൊണ്ട് വലിയ നേട്ടവുമില്ല എന്നൊക്കെ ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്നെങ്കിലും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഓരോ നിമിഷവും മാറ്റി പറയുന്ന ഒരു സെമി ക്രാക്കായിട്ട് മാറി. ഇപ്പോൾ ലോകം അങ്ങനെ ഒരു ക്രാക്ക് മനുഷ്യനായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ അമേരിക്കയ്ക്ക് സംഭവിച്ചത്? ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ അത് സഹിച്ചു കൊടുക്കണം. എന്തായിരുന്നാലും അമേരിക്കയിൽ ഇപ്പോൾ ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ട്. ഈവൻ ഇസ്രയേലിനും സമ്മർദ്ദങ്ങളുണ്ട്. ഈവൻ ഇറാനുള്ളിലും സമ്മർദ്ദമുണ്ടെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണാൻ. നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഈ മത്സരങ്ങൾ നിർത്തി സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാണാം. സമാധാനത്തിന് വേണ്ടി ഈശ്വരനോട് ധ്യാനിക്കാം. താങ്ക് യു.